ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഔട്ടിംഗ് ആണ്. നിങ്ങൾക്കറിയാം, ഞാൻ പാലക്കാടാണ്. അപ്പോൾ ഇവിടെ മലമ്പുഴ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പ്ലേസ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ മലമ്പുഴ ഡാമിലോട്ടാണ്. ആഫ്റ്റർ ദെൻ നമ്മൾ പോകുന്നത് സ്നേക്ക് പാർക്ക് ഉണ്ട് അവിടെ, അപ്പോൾ അങ്ങോട്ട് പോകും. ആഫ്റ്റർ നമ്മൾ കവ എന്ന് പറയുന്നത് മലമ്പുഴൻ്റെ ബാക്ക് സൈഡാണ്. ഓക്കെ, ക്ലൈമറ്റ് ഇവിടെ അടിപൊളി ക്ലൈമറ്റാണ്. ഇത് പോകുന്ന വഴിയാണ് ആക്ച്വലി, അടിപൊളി ആയിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു കൊടുത്ത്. ഓക്കെ, എല്ലാം ഫോറസ്റ്റ് ഏരിയാസ് ആണ്. ഓക്കെ, നമുക്ക് പോവാം. അതിന് മുമ്പ് നമ്മൾ ജ്യൂസാണ് കുടിക്കാൻ പോകുന്നത്, ഷുഗർ കെയിൻ ജ്യൂസ്. ഓക്കെ, പോവാം ഗൈസ്. നമ്മൾ ജ്യൂസ് കുടിക്കാനാണ് നിർത്തിയിരിക്കണം. കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ആയിട്ടുണ്ട്, അത് കാര്യമില്ല. നല്ല ജ്യൂസാണ്, എൻ്റെ ഫേവറേറ്റ് ആണ് ഷുഗർ കെയിൻ ജ്യൂസ്. എല്ലാവരും ട്രൈ ചെയ്യുക, ബോഡിക്ക് നല്ലതാണ്, നല്ല ചൂടല്ലേ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മലമ്പുഴ റീച്ച് ആയിട്ടുണ്ട്. വലിയ ദൂരമൊന്നുമില്ല. ഓക്കെ, അവിടെ നിന്ന് കുറച്ച് അടുത്താണ്, എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് അടുത്താണ്. അപ്പോൾ നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് മലമ്പുഴ ഡാം കാണാനാണ്. മലമ്പുഴ ഡാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ സ്നേക്ക് പാർക്കിലോട്ട് പോകും. ഇവിടെ മറ്റേ ഒരു ഫിഷിൻ്റെ അക്വേറിയം ഒക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഒന്നും പോകുന്നില്ല. മലമ്പുഴ എത്തിയേ, നിറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മലമ്പുഴ റീച്ച് ആയിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങളൊരു മരമൊക്കെ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ ഇരിക്കും. ഞാൻ കാണിച്ചു തരാം. നേരം ഇവിടെ ആയിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആക്ച്വലി മേലെയാണ്, ഇതാണ് ഡാം. പക്ഷെ നല്ല ചൂടായതുകൊണ്ട് പോകാൻ പറ്റില്ല ഗൈസ്. അതായത് പാലക്കാടൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു മഴ ടൈമിലൊക്കെ വരണം. അതായത് ഇപ്പം ഇന്നലെ നൈറ്റ് മഴയുണ്ട്, പക്ഷെ ഇന്ന് മഴയില്ല, ഇന്ന് നല്ല വെയിലാണ്. വെയിൽ സമയത്ത് ഒരു കാരണവശാലും മലമ്പുഴയ്ക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഒരിക്കലും മഴ ടൈമുകളിൽ വരരുത്. വരുമ്പോൾ എപ്പോഴും വേനൽ സമയത്ത് വരരുത്, മഴ ടൈമിൽ വേണം വരാൻ. എനിക്ക് എന്തോ പറ്റി, വെയിൽ കൊണ്ടിട്ട് എന്താ ഞാൻ പറയുന്നത് എനിക്ക് എന്നെ അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പം മലമ്പുഴയ്ക്ക് വരുവാണെങ്കിൽ മഴ ടൈമുകളിൽ വരിക. അപ്പം ക്ലൈമറ്റ് നല്ലതായിരിക്കും. ഒരു മഞ്ഞ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ, മഞ്ഞൊക്കെ പെയ്യുന്ന ടൈമുകളിലൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും ഭംഗി കാണാൻ മലമ്പുഴയാണ്. നല്ല ഭംഗിയാണ്. ഇപ്പം ഞങ്ങൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് വന്നു പോയതാണ്. എനിക്കിഷ്ടമാണ് ആക്ച്വലി, പക്ഷെ ഞാൻ മഴ പെയ്യുന്നുള്ളൊരു എസംഷനിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇവിടെ എങ്ങനെയാണെന്നുള്ളത്. എല്ലാവിടെയും പോകാൻ വഴിയില്ല, നല്ല ഉടുക്കത്ത വെയില. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം, കുറച്ചൊക്കെ കാണിച്ചു തരാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഡാമിൻ്റെ അടുത്തുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ റോപ്പൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിങ്ങനെ അത് അവിടെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതൊരു സാധാ കുന്നാണ് തോന്നുന്നു. ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, ആക്ച്വലി കുറച്ച് നല്ലുള്ള ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ രസമൊക്കെ ഉണ്ടേ. ഞാൻ മലമ്പുഴ കാണിച്ചു തരാം. ഇതിൽ കുറച്ച് ബ്യൂട്ടിഫുൾ സ്പോട്ടുകളുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ നല്ല വ്യൂ കാണാൻ പറ്റും. നല്ല സ്പോട്ടാണ് ഇത്. ആക്ച്വലി വെയിലില്ലെങ്കിൽ നല്ല സ്പോട്ടായിരിക്കും, പക്ഷെ നല്ല വെയിലാണ്, അതുകൊണ്ട് നമുക്ക് പോവാം. അവിടെ വെള്ളച്ചാട്ടമുണ്ടേ. നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോവല്ല, വെള്ളം ചാടുന്നത് കാണാൻ പോവാണ്. വെള്ളച്ചാട്ടം അങ്ങോട്ട് കാണിച്ചേ. ഇവിടെ കൃഷിയുണ്ട്, കുറച്ച് വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ നല്ല ഈ ചൂടത്തോടെ നിൽക്കാൻ നല്ല സുഖം കേട്ടോ ഗൈസ്. ഇതൊരു വൈബാണ്, വെയിലും വെള്ളവും. ഗൈസ്, നമ്മളിപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പോവുകയാണ്. നല്ല ചൂടല്ലേ, ഐസ്ക്രീമും ചൂടും നല്ല രസമുണ്ടാവും. ഇപ്പം എൻ്റെ വൈബ് അതാണ്. എൻ്റെ വൈബിനിപ്പോൾ സെറ്റ്. ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല, പക്ഷെ ഇപ്പം എൻ്റെ വൈബിന് എനിക്കിപ്പോൾ ഒരു ഐസ്ക്രീം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ പോവുകയാണ്. പോയി കഴിക്കാം. ഇങ്ങോട്ട്
ഗൈസ് ഇതൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. കപ്പിൾസിന് അടിപൊളിയായിരിക്കും. താഴെ നോക്കിയാൽ വെള്ളമാണ്, ആ സൈഡ് നോക്കിയാൽ വെയിലാണ്, ഇവിടെ തണലാണ്, മേലെ മരമാണ്. കാണിച്ചു കൊടുക്കും. ഓക്കെ ഗൈസ്, കുറച്ച് നേരം ഇവിടെ റിലാക്സ് ചെയ്ത് ഐസ്ക്രീം കഴിക്കാം. ഓക്കെ, നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ വന്നിരിക്കുക, കാണിച്ചു തരാം. നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു, മാംഗോ ഫ്ലേവറാണ്, എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല, പക്ഷെ കിട്ടി കഴിക്കും. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം സ്നേക്ക് പാർക്കിലാണ് പോകാൻ പോകുന്നത്. ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത്. ഫാമിലിയായി വരുന്നവർക്ക് ഇവിടെ പോവാം. പ്ലീസ് കാണിക്കും. അപ്പം നമ്മളിപ്പോൾ സ്നേക്ക് പാർക്കിലോട്ടാണ് പോകാൻ പോകുന്നത്. മലമ്പുഴയിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് സ്നേക്ക് പാർക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സ്നേക്ക് പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്ര ടിക്കറ്റ് പ്രൈസ്? 24 അല്ലേ? ഓക്കെ, ഇവിടെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 25, ചിൽഡ്രൻസിന് 15 സംതിങ്. ഇത് മഞ്ഞശ്ശേരിയാണ് ഗൈസ്. എനിക്കിഷ്ടമുള്ള പാമ്പ് വലിയ പാമ്പാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പാമ്പാണ്. അതിവിടെ ഉണ്ടോയെന്ന് അറിയാം. നോക്കാം. നീർക്കൂലി വെള്ളത്തിൽ കിടക്കുന്നു. എനിക്കിഷ്ടമുള്ള പാമ്പ്. ഈ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പാമ്പുകൾ ഒരുമിച്ചിട്ട് വെച്ചിരിക്കുന്ന പ്ലേസാണ്. കുറച്ച് പാമ്പാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ കാണിച്ചു തരാം ഗായ്സ്. ഇവിടെ ഒത്തിരി പാമ്പുണ്ടാവും. കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി കിടപ്പാണ്. സൂപ്പർ. ഇവിടെ പാമ്പ് മാത്രമല്ല, മുതലുണ്ട്, പിന്നെ ആമയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ. മുതല മുതല മുതല. ഗായ്സ് ഇവിടെ ഒരുപാട് പാമ്പുകളുണ്ട്. ഗായ്സ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് മലമ്പാമ്പാണ് കേട്ടോ. മലമ്പാമ്പ്. ഗൈസ് മലമ്പാമ്പ് ഉറങ്ങുകയാണ് ഗൈസ്. അതുകൊണ്ടൊരു ഗുമ്മില്ല. അത് എണീറ്റ് വല്ലതൊക്കെ കാണിച്ചാൽ കുഴപ്പമില്ല, അതൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഇവിടെ വേറൊരു ഞങ്ങൾ ഒരു വട്ടം വന്ന ടൈമിൽ അതിങ്ങനെ എണീറ്റൊക്കെ നിന്ന് ഇങ്ങനെ കാണിച്ചായിരുന്നു. അപ്പോൾ അത് നോക്കാം. ജീവിതകാലം മുഴുവൻ ഉറങ്ങുന്ന ഒരു പാമ്പിനെ ഞാൻ കാണിച്ചു തരാം. ഞാൻ
ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരു വട്ടം വന്നായിരുന്നു, അപ്പോഴത് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 18 വയസ്സിൽ വന്നായിരുന്നു, അപ്പോഴും ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ 22 ആയി, ഈ ഏജിൽ അത് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ജീവിതകാലം മുഴുവൻ അത് ഉറങ്ങി ജീവിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഉറങ്ങുന്ന പാമ്പ്, ജീവിതകാലം മുഴുവൻ ഉറങ്ങും. ഇത് എപ്പോഴെങ്കിലും ഒന്ന് എണീറ്റ് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ പോകുന്നത് കവയ്ക്കാണ്. കവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലമ്പുഴയുടെ ബാക്ക് സൈഡാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്, എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കവ എത്തിയിട്ടുണ്ട്. ഇതൊരു ഫേവറേറ്റ് സ്പോട്ടാണെന്ന് പറയാം. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ഫോറസ്റ്റാണ്. അപ്പോൾ ഇത് മലമ്പുഴയുടെ ബാക്ക് സൈഡാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ, അതായത് കവ കയറി കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ആൾക്കാർ വരില്ല, ഈ ബസ്സും കാര്യങ്ങളൊന്നും പോകില്ല, അതുകൊണ്ട് ആരും വരില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അടിപൊളി സ്പോട്ടാണ്, ഒരു സമാധാനം പീസ്ഫുള്ളും ഒക്കെ ആണ്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ മാത്രം മഴ, മലമ്പുഴയിൽ നല്ല, അവിടെ ഡാമിൻ്റെ അവിടെ നല്ല വെയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മേലെ കയറി പോകുകയാണ്. ഇതൊരു ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് പോവുകയാണ്. പക്ക ഫോറസ്റ്റ്. ഇതാണ് വൈബ്, മനസ്സിലാക്കണം. ഇത് കോലാണ് ഈ കുട്ടിലെടുക്കായിരുന്നു. പിന്നെ ഒരു അപേക്ഷയുണ്ട്, ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ, മലമ്പുഴ ഡാം ആണെങ്കിലും ശരി, കവയാണെങ്കിലും ശരി, ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പരമാവധി വേസ്റ്റ് എടുത്ത് വെച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളൂ. ഇല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് അതിനെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും, അവിടെ ഇല്ല. ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയിൽ വന്ന് ഇടരുത്. പിള്ളേർ വരുന്നുണ്ട്. ഇവിടെ പീസ്ഫുള്ളാണ്, പീസ്ഫുൾ. ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ തന്നെ 3:30 ആവാനേ. ഓക്കെ, അപ്പോൾ നല്ല വിശപ്പുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തലവേദനയൊക്കെ വരാൻ തുടങ്ങി. നമുക്ക് ഈ ഭക്ഷണം കഴിക്കാം. ബീഫാണ് കഴിക്കാൻ വന്നത്, ബീഫ്. പറയുന്നൊരു അപേക്ഷയായിട്ട് എല്ലാവരും കണക്കാക്കണം. അതായത് ഈ ടൂറിസ്റ്റ് പ്ലേസിൽ ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ വേസ്റ്റ് ഇടുക. ഇങ്ങനെ ഇവിടെ നോക്കിയാൽ തന്നെ ഒന്ന് കാണിച്ച് ഇതാട്ടോ, ഫുൾ പ്ലാസ്റ്റിക് ആണ്. അപ്പം ഇങ്ങനെ ഇടരുത്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാകും വേസ്റ്റ് ഇടാനുള്ളത്, അതിലിടണം. അപേക്ഷ. ഗൈസ്, അപ്പോൾ ഔട്ടിംഗ് ഒക്കെ തീർന്ന് ഞാൻ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഈ ഫ്രഷ് ആയിട്ടുള്ള സ്നാക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. പിന്നെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.